retirement, joint life policy at the time of death. Same മൂന്ന് മെത്തേഡ് അവർ ഫോളോ ചെയ്യും. എക്സ്പെൻസ്, അസറ്റ്, ഓക്കെ, അസറ്റ് ആൻഡ് റിസർവ്. എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്കത് കിട്ടുമ്പോൾ ഇൻകം. ഓക്കെ, സാധാ ജേർണൽ എൻട്രി ഒരു മാറ്റവും ഇല്ല. ജേർണൽ എൻട്രി എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ JLP അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു JLP, cash account up to JLP receive, JLP account up to PL account, PL account up to partners capital account. അല്ലെങ്കിൽ അവിടെ revaluation account നമുക്ക് കാണിക്കാം. It is an unrecorded asset എന്ന് പറഞ്ഞിട്ട്. Okay, it is an unrecorded asset എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, JLP നമുക്ക് എന്ത് ചെയ്യുക, revaluation account ട്രീറ്റ് ചെയ്യുക. അതല്ല ഓൾറെഡി നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞതാണ്. സെയിം ആസ് റിട്ടയർമെന്റ്, ഒരു മാറ്റേ ഉള്ളൂ. റിട്ടയർമെന്റിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഓക്കെ സറണ്ടർ വാല്യൂ, നമുക്ക് ഏത് എമൗണ്ട് കിട്ടുക, സറണ്ടർ വാല്യൂ. പക്ഷേ ഡെത്ത് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മെച്യൂരിറ്റി വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 10,000 rupees ആണ് ഓൾറെഡി അടച്ചതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് റിട്ടയർമെന്റിൽ സറണ്ടർ വാല്യൂ കിട്ടുക. ഫോർ എക്സാമ്പിൾ സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ 8,000 ആയിരിക്കും. ഓക്കെ, പക്ഷെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം ആണ് വിചാരിക്കും. അതായത് ഡെത്ത് ഓർ 10 years വിച്ച് അവർ ഈസ് ഏർലിയർ. 10 കൊല്ലമായ ഇല്ല ആയിട്ടില്ല, പക്ഷെ എന്താ മരണപ്പെട്ട ഒരു പാർട്ണർ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യും, 10 ലക്ഷം കിട്ടും. ഫുൾ ലാഭം, ഫുള്ള് ലാഭമാണ്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, ഇതാണ് ഫസ്റ്റത്തെ ട്രീറ്റ്മെന്റ്. ഓക്കെ, 10 lakh നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. രണ്ടാമത്തത് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സെയിം. അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി പേ ചെയ്തതിന്റെ സറണ്ടർ വാല്യൂ 8,000 ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും, 10 lakhs. സറണ്ടർ വാല്യൂ 8,000, മെച്യൂരിറ്റി വാല്യൂ ഓക്കെ, പോളിസി എമൗണ്ട് അല്ലെങ്കിൽ മെച്യൂരിറ്റി വാല്യൂ എന്നാ പറയാ. പോളിസി എമൗണ്ട് ഓർ മെച്യൂരിറ്റി വാല്യൂ 10 lakhs. ഓക്കെ, എമൗണ്ട് റിസീവ് ചെയ്യുന്നതും 10 lakhs. എമൗണ്ട് റിസീവ് ചെയ്യുന്നതും 10 lakhs. ഓക്കെ, സെയിം ട്രീറ്റ്മെന്റ്. JLP അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു JLP. അതെന്താണ് സറണ്ടർ വാല്യൂലേക്ക് ആക്കുന്ന ജേർണൽ എൻട്രി. പിന്നെ അത് കഴിഞ്ഞ ശേഷം കിട്ടുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു JLP ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് പാർട്ട്നേഴ്സിന്, ഓൾഡ് പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സ്. ഓക്കെ മക്കളെ, പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ചില ആൾ വിചാരിക്കുന്ന വെച്ചല്ലേ, പ്രോഫിറ്റ് മാത്രമല്ല കിട്ടിയ പൈസ മൊത്തം സറണ്ടർ ചെയ്യും. ഇല്ലില്ല, 10 ലക്ഷത്തിൽ നമ്മൾ ലാഭം എത്രയാണോ അത് മാത്രം. എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മൊത്തം ലാഭം, അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ കഴിച്ചിട്ടുള്ള ബാക്കിയാണ് നമ്മുടെ ലാഭം. ഓക്കെ, റിസർവിലും സെയിം തന്നെയാണ്. നമ്മൾ ഓൾറെഡി എന്താണോ പഠിച്ചത് അത് തന്നെയാണ്. ഇവിടെ ആ ഒരു മാറ്റം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോളിസി എമൗണ്ടാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് പോളിസി എമൗണ്ട് കിട്ടുന്നത്, ഒരു പാർട്ട്ണർ മരണപ്പെട്ടിട്ടാണ് നമുക്ക് ഈ പൈസ കിട്ടുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ. റിട്ടയർമെന്റിലും ഇതിലും ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ റിട്ടയർമെന്റിൽ സറണ്ടർ നോട്ട് സറണ്ടർ എന്നെല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഓട്ടോമാറ്റിക് സറണ്ടർ ആവും. നമ്മളവിടെ സറണ്ടർ നോട്ട് സറണ്ടർ എന്നെല്ലാം മറ്റേ ജേർണൽ നോട്ട് സറണ്ടർ ആണെങ്കിൽ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റഡ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ അങ്ങനെ വരോ, ഇല്ല വരൂല. കാരണം പാർട്ട്ണർ മരണപ്പെട്ട ഓട്ടോമാറ്റിക് പൈസ LIC തരണം. ആടെ നമ്മൾ എന്തുകൊണ്ട് നോട്ട് സറണ്ടർ പറഞ്ഞത്, നഷ്ടം വരുന്നത് കൊണ്ട് പാർട്ട്നേഴ്സ് പറയും നമ്മളിപ്പോ സറണ്ടർ ചെയ്യുന്നില്ല. ഇവിടെ നഷ്ടം എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഫുൾ എമൗണ്ട് കിട്ടില്ല. ലാഭത്തിനെ കൊണ്ടുള്ള ഒരു കളിയായിരിക്കും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. എന്നാലും ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇല്ലസ്ട്രേഷൻ 2 ആണ്. ദ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഓഫ് എ ഫേം കൺസിസ്റ്റിംഗ് ഓഫ് 3 പാർട്ട്നേഴ്സ്. Question number 2. Okay, illustration 2 of ICA material. Okay, the partnership agreement of a firm consisting of 3 partners A, B, C who share profits in the proportion of 1/2, 1/4, 1/4. നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഡിനോമിനേറ്റർ സെയിം ആക്കണം ഫസ്റ്റ്. അത് നിങ്ങൾക്ക് കിട്ടും 2:1:1 കിട്ടും. And whose fixed capital are 10,000, 6,000, 4,000 respectively. Okay, fixed capital balance are 10,000, 6,000, 4,000. അതായത് മനസ്സിലാക്കേണ്ട, അവർ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് അവർ ഫോളോ ചെയ്യും. That partners be allowed interest at 10% per annum on their fixed capitals, but no interest be allowed on undrawn profits or charged on drawings. ഒന്നുമില്ല, 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്നാ പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നേ.
പിന്നെ നമ്മളോട് പറയുന്നത് that upon the death of a partner, the goodwill of the firm be valued at 2 years purchase of the average net profits after charging interest on capital. After charging interest on capital. After എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ഇത് ട്രീറ്റ് ചെയ്യാത്ത പ്രോഫിറ്റേക്ക് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഫോർ ദ 3 years, ഓക്കെ, 2 years purchaseും 3 years ഇതും, അതായത് 2 years purchaseും 3 years averageും to 31st December preceding the death of a partner. Okay, മരണപ്പെടുന്നതിന് മുമ്പുള്ള 31 ഡിസംബർ വരെയുള്ള പ്രോഫിറ്റിനെ വെച്ചിട്ട് ചെയ്യാൻ പറയും. That an insurance policy of 10,000 is to be taken in individual names of each partner. The premium is to be charged against the profits of the firm. അതായത് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണം, 10,000 rupees each to be taken in individual names. Individual names എന്നാ പറയുന്നത്. വെയിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. Upon the death of a partner, he is to be credited with his share of his profit, interest on his capital, etc., calculated upon 31st December following his death. നമ്മളോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്യും. ഓക്കെ, that the share of the partnership policy and goodwill be credited to a deceased partner as on 31st December following his death. അതായത് എന്ത് ചെയ്യണം, ഷെയർ ഓഫ് ദി പാർട്ണർഷിപ്പ് പോളിസി, അതായത് ഷെയർ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയർ ആണ്. ഷെയർ ഓഫ് ദി പാർട്ണർഷിപ്പ് പോളിസി എന്ന് പറഞ്ഞാൽ പോളിസി, LIC പോളിസിന്റെ ഷെയർ കൊടുക്കണം, ഗുഡ്വില്ല് കൊടുക്കണം, അതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് പാർട്ണർഷിപ്പ് ബുക്സ് ബി ക്ലോസ്ഡ് ആനുവലി ഓൺ 31st December. ഇവർ ഫോളോ ചെയ്യുന്നത് 1st January to 31st December ആണ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് A died on 30th September 2016. The amount standing to the credit of his current account on 31st December 2015 was 450. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്. കറണ്ട് അക്കൗണ്ട് ബാലൻസ് എത്രയാണ് 31st December 2015 450 rupees. And from that date to the date of death, he had drawn 3,000 from the business. From that date to the date of death, he had withdrawn 3,000 from the business. അതായത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ജേർണൽ എൻട്രി കറണ്ട് അക്കൗണ്ട് ടു ക്യാഷ്, ഡ്രോയിങ്സ് അത്രയേ ഉള്ളൂ. An unrecorded liability of 2,000 was discovered on 30th September 2016, revaluation account. It was decided to record it and be immediately paid off. പേ ചെയ്യാനും പറഞ്ഞു അവര്, എന്താ പറഞ്ഞ പേ ചെയ്യും വേണം. ഓക്കെ, പേ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും പ്രശ്നമൊന്നുമില്ല. ആര് പേ ചെയ്യുന്നൊന്നും പറയാത്തതുകൊണ്ട് ഫേം പേ ചെയ്യുന്നു. ഓക്കെ, അവരവരെ ക്യാഷ് എടുത്തു. The trading result of the firm before charging interest on capital had been as follows. Interest on capital ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് എത്രയാണ്? 9640, 6720, loss 640, profit 3670. Assuming the surrender value of the policy to be 20% of the sum assured. Okay, surrender value എന്ന് പറയുന്നത് 20% പറയുന്നത്. Okay, wait. Prepare an account showing the amount due to as legal representative as on 31st December 2016. Okay, an unrecorded liability of 2,000 was discovered on 30th September 2016. It was decided to record it and immediately paid off. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു ഐറ്റം റെക്കോർഡ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പേയ്മെന്റ് നടത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ലാബിലിറ്റി വന്നു. ലാബിലിറ്റി എങ്ങനെ വന്നതെന്ന് നമുക്ക് അറിയുകയും ചെയ്യില്ല. എന്നാൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ ഒന്നുമില്ല. എപ്പോൾ റീവാലുവേഷൻ തന്നെയാണ്, ജേർണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ലാബിലിറ്റി. അതിന് അടുത്തത് ആ ലാബിലിറ്റി പേ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി, സാധാ ഒരു ലാബിലിറ്റി പേ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്താ? ജേർണൽ എൻട്രി ലാബിലിറ്റി അക്കൗണ്ട് അപ് ടു ക്യാഷ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അൺറെക്കോർഡ് ലാബിലിറ്റി ജേർണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ലാബിലിറ്റി. അതിന് ലാബിലിറ്റി പേ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് പുതിയ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി ഉണ്ടാവാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പേ ചെയ്യണം. എന്താ ജേർണൽ എൻട്രി ലാബിലിറ്റി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലൊന്നും ബാലൻസ് ഷീറ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് റഫ് ആയിട്ട് എന്ത് ചെയ്യാം, amount due to as executive as legal representative മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. ഒരു കാര്യം എക്സെപ്ഷൻസ് ഉണ്ട്, സെപ്പറേറ്റ് ലൈഫ് പോളിസി. സെപ്പറേറ്റ് ലൈഫ് പോളിസിക്ക് ഞാൻ ട്രീറ്റ്മെന്റ് പഠിപ്പിച്ചു തരണം, വെയിറ്റ്. അതായത് നമ്മളിപ്പോ അടുത്ത പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ലൈഫ് പോളിസി. സെയിം ടോപ്പിക്ക് നമ്മൾ റിട്ടയർമെന്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് മനസ്സിലാക്കിയിട്ടെന്ന് വിശ്വസിക്കുന്നു. അന്ന് നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഓരോ പാർട്ട്ണറിന്റെയും ഇൻഡിവിജ്വൽ നെയിമിൽ ഒരു പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ അതിനാ പറയുന്നത് സെപ്പറേറ്റ് ലൈഫ് പോളിസി. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പോളിസി എമൗണ്ട് പേ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മളെന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ്. ഓക്കെ,
എന്റെ പേ ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും, ബിന്റെ പേ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും, സിന്റെ പേ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക മക്കളെ, റിട്ടയർമെന്റ് നടക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ പാർട്ട്നേഴ്സിന്റെയും സറണ്ടർ വാല്യൂ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറിന് റൈറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മളന്ന് പറഞ്ഞത്. അതായത് എല്ലാ ലൈഫ് പോളിസിന്റെയും സറണ്ടർ വാല്യൂല് ആർക്ക് റൈറ്റ് ഉണ്ട്? റിട്ടയറിംഗ് പാർട്ട്ണർ. എന്തുകൊണ്ട്? കാരണം മൂന്നാളെ എമൗണ്ട് പേ ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ആയിട്ട് പി ആൻഡ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പി ആൻഡ് അക്കൗണ്ടിൽ ഒരു ഐറ്റം ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഫിറ്റ് കുറയും. എന്റെ പ്രോഫിറ്റ് കുറയും, ബിന്റെ പ്രോഫിറ്റ് കുറയും, സിന്റെ പ്രോഫിറ്റ് കുറയും. എന്നാലും നമ്മൾ അങ്ങനെ അത് തിരിച്ച് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറിന് മാത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പാർട്ട്ണർ എന്ത് ചെയ്യും? ബാക്കിയുള്ള പാർട്ട്ണർ അത് എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണറിന് മാത്രം നമ്മൾ ആ എമൗണ്ട് മാത്രം കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ എഫക്ട് ചെയ്യും. എന്തുകൊണ്ടാ? അതായത് ശ്രദ്ധിക്ക്, എല്ലാവരും സെയിം ലൈഫ് പോളിസി എടുക്കണമെന്ന് നിർബന്ധമില്ല. ചില ആൾ 10 ലക്ഷത്തിന് എടുക്കും, ചില ആൾ 5 ലക്ഷത്തിന് എടുക്കും, ചില ആൾക്ക് 30 ലക്ഷത്തിന് എടുക്കും. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോരാൾ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അവരെ പ്രോഫിറ്റ് ഇമ്പാക്ട് വരും. കാരണം ഇത് അതിന്റെ പോളിസി പേ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ പ്രോഫിറ്റ് കിട്ടുന്നത് കുറയും. പിന്നെ അത് തിരിച്ചു കിട്ടുമ്പോൾ അവർക്ക് മാത്രം കിട്ടുന്നുണ്ട്. എല്ലാവരും എന്താ ചെയ്യാ? എനിക്കൊരു 1 കോടിന്റെ പോളിസി, മറ്റേ ആൾ എനിക്കൊരു 10 കോടിന്റെ പോളിസി, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഓരോ പോളിസി എടുക്കുക. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ at the time of retirement, retiring partner have right on the surrender value of all the partners. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യൂല? സറണ്ടർ ചെയ്യൂല. കാരണം സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫേമിന് കുറെ ലോസ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യുക. എന്താ ജേർണൽ എൻട്രി? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ ആണോ മക്കളെ? ഇനി ഡെത്തിന്റെ സ്റ്റേജിൽ ഒരു കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ടെന്നുള്ളൂ. ഡെത്തിലും സെയിം കോൺസെപ്റ്റാണ്. ബി മരണപ്പെട്ട് കഴിഞ്ഞാൽ ബിക്ക് എന്റെ പോളിസിയിൽ റൈറ്റ് ഉണ്ട്, സിന്റെ പോളിസിയിൽ റൈറ്റ് ഉണ്ട്, അയാളെ പോളിസിയിലും റൈറ്റ് ഉണ്ട്. ഓക്കെ, എക്ക് എന്തുണ്ട്? ബിന്റെ പോളിസിയിലും റൈറ്റ് ഉണ്ട്, സിന്റെ പോളിസിയിലും റൈറ്റ് ഉണ്ട്. സിക്കോ എന്റെ പോളിസിയിൽ റൈറ്റ് ഉണ്ട്, അതേപോലെ ആരുടെ പോളിസിയിലും റൈറ്റ് ഉണ്ട്, എന്റെ പോളിസിയിലും റൈറ്റ് ഉണ്ട്. പറയുന്ന മനസ്സിലാകുന്നുണ്ട്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങാനാ. ഓക്കെ, ഇനി എങ്ങനെയാ റൈറ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? അതായത് ഒരു പാർട്ട്ണർ മരണപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ മരണപ്പെട്ട പാർട്ട്ണർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പോളിസി എമൗണ്ട് ആണോ സറണ്ടർ വാല്യൂ ആണോ കിട്ടുക? സറണ്ടർ വാല്യൂ അല്ല, പോളിസി എമൗണ്ട്. കാരണം മരണപ്പെട്ടതിനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്, ഡെത്ത് ഓർ ആ പീരീഡ് വിച്ച് എവർ ഈസ് ഏർലിയർ. അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് പോളിസി എമൗണ്ട് ആണ്. മരണപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ ക്യാൻസൽ ചെയ്യും ഓട്ടോമാറ്റിക്കലി എയും സിയും. എന്നാൽ നമുക്ക് അവർക്ക് കിട്ടുന്നത് എന്താണ്? സറണ്ടർ വാല്യൂ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർ മരണപ്പെടുമ്പോൾ സെപ്പറേറ്റ് ലൈഫ് പോളിസി ഉണ്ടെങ്കിൽ ആ മരണപ്പെട്ട പാർട്ട്ണറിന്റെ പോളിസി എമൗണ്ട്, ഓക്കെ, അതേപോലെ പോളിസി എമൗണ്ട് പ്ലസ് സറണ്ടർ വാല്യൂ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്, അത് ആ എമൗണ്ടിന്റെ മേലെ എന്തുണ്ട്? ഇയാൾക്ക് ഒരു റൈറ്റ് ഉണ്ട്. എത്രയെന്ന് ഇയാൾക്ക് കിട്ടാനുള്ളതെന്നോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷെയർ ഓഫ് പോളിസി ഈക്വൽ ടു 1 lakh പ്ലസ് 20,000 പ്ലസ് 35,000. ഓക്കെ, ഇതാണ് ഷെയർ ഓഫ് പോളിസി. ഇതാണ് അല്ലെങ്കിൽ പോളിസിന്റെ എമൗണ്ട് കിട്ടേണ്ടത് ഇന്നത്തെ ഡേറ്റിന് ഇൻടു ഇയാളെ ഷെയർ, ഇൻടു ഹിസ് ഷെയർ. ഇതാണ് എന്ത് ചെയ്യാനുള്ളത്? കിട്ടാവുള്ളത്. ഈ എമൗണ്ട് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത്? റിട്ടയറിംഗ് പാർട്ട്ണറിന്, ഡിസീസ്ഡ് പാർട്ട്ണറിന് കൊടുക്കേണ്ടത്. ഈ എമൗണ്ട് ആണ് ഡിസീസ്ഡ് പാർട്ട്ണർ കൊടുക്കുക. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കിയോ? സിമ്പിൾ. സെപ്പറേറ്റ് ലൈഫ് പോളിസി ആണെങ്കിൽ ഒരു പാർട്ട്ണർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട പാർട്ട്ണറിന്റെ പോളിസി എമൗണ്ട് നമുക്ക് കിട്ടാം. ബാക്കി രണ്ടാമത്തെ സറണ്ടർ വാല്യൂ. കാരണം മറ്റേ രണ്ടാളും എന്ത് ചെയ്തിട്ടില്ല? മരണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സർ സറണ്ടർ വാല്യൂ സറണ്ടർ ചെയ്യോ ഇല്ലയോ എന്നുള്ള ഫേമിന്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. സറണ്ടർ ആണെങ്കിൽ നമുക്ക് ജേർണൽ എൻട്രി ചെയ്യാം, സറണ്ടർ ചെയ്തില്ലെങ്കിലും ജേർണൽ എൻട്രി ചെയ്യാം. സറണ്ടർ ചെയ്തില്ലെങ്കിൽ ജേർണൽ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനിയിപ്പോ സറണ്ടർ ചെയ്തതിന് ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു JLP അക്കൗണ്ട്. എനിക്ക് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ JLP അല്ല സെപ്പറേറ്റ് ലൈഫ് പോളിസി, അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അസറ്റ് ആൻഡ് റിസർവ് ആയിട്ടും ട്രീറ്റ് ചെയ്യുക. മക്കളെ മനസ്സിലാകുന്നുണ്ടോ? 1 lakh എങ്ങനെ കിട്ടി? 20,000 എങ്ങനെ കിട്ടി? 35,000 എങ്ങനെ കിട്ടി?
ശ്രദ്ധിക്കേണ്ട കാര്യം റിട്ടയർമെന്റ് ആയിക്കോട്ടെ ഡെത്ത് ആയിക്കോട്ടെ. റിട്ടയർമെന്റിൽ സെപ്പറേറ്റ് ലൈഫ് പോളിസി ആണെങ്കിൽ എല്ലാ സറണ്ടർ വാല്യൂവിന് മേലെയാണ് റിട്ടയറിംഗ് പാർട്ട്ണറിന് റൈറ്റ്. ഓക്കെ, ഡെത്ത് ആണെങ്കിൽ എല്ലാ സറണ്ടർ വാല്യൂ അല്ല, റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ സറണ്ടർ വാല്യൂ ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ പോളിസിയാണ്. ഇതാണ് സിമ്പിൾ വൺ ലൈൻ സമ്മറി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അയാളെ ഷെയർ കണ്ടുപിടിക്കുക, അതിന് ജേർണൽ എൻട്രി പാസ് ചെയ്യാം. എന്താണ് ജേർണൽ എൻട്രി? ശ്രദ്ധിക്കും, ജേർണൽ എൻട്രി. ഓക്കെ, നമുക്ക് ഇതിന് പറയും എഷ്യൂർഡ് വാല്യൂ ഓർ പോളിസി എമൗണ്ട് എന്നും പറയും. എഷ്യൂർഡ് വാല്യൂ ഓർ പോളിസി എമൗണ്ട്, പോളിസിന്റെ പൈസ അല്ലെങ്കിൽ എഷ്യൂർ ചെയ്ത പൈസ നമുക്ക് എത്ര തരുന്നു. എഷ്യൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പ് തരുന്നത്. നിങ്ങൾ ഫ്ലിപ്കാർട്ട് രണ്ടുണ്ട്. ഫ്ലിപ്കാർട്ട് ഒന്ന് നോർമൽ, ഒന്ന് എഷ്യൂർഡ്. എഷ്യൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അതായത് ഒറിജിനൽ ആയിട്ടും. ഫ്ലിപ്കാർട്ട് നോർമലിൽ അധികം ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം കിട്ടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് എഷ്യൂർഡ് എന്ന് പറഞ്ഞൊരു സംഭവം. എഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് തിരുത്താം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ. മക്കളെ ഒന്നുമില്ല, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു JLPക്ക് പകരം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ. ഇതാണ് ജേർണൽ എൻട്രി. ഇതെന്ത് ചെയ്യണം? സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ, അക്കൗണ്ട് ഡെപ്റ്റ് ടു, ഇത് ഇൻകം ആൻഡ് P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് നമ്മൾ പിന്നെ ആർക്കാ ട്രാൻസ്ഫർ ചെയ്യുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. ഇതാണ് ജേർണൽ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ. ഇതൊരു ഇൻകം ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ അക്കൗണ്ട് ഡെപ്റ്റ് ടു P&L അക്കൗണ്ട് ഓർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡയറക്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. P&L അക്കൗണ്ട് വേണ്ട. അപ്പം P&L അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ സർ. എല്ലാ പാർട്ട്നേഴ്സും ഓൾ പാർട്ട്നേഴ്സിനാണ് മക്കളെ, ഓൾ പാർട്ട്നേഴ്സ്. ഓക്കെ, ഓൾ പാർട്ട്നേഴ്സ്, അതായത് ABC ഉണ്ടെങ്കിൽ ABC. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പം ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്ന അയാളെ എമൗണ്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇത് എഷ്യൂർഡ് വാല്യൂവിന്റെ ജേർണൽ എൻട്രി. ഇനി മറ്റേതിന്റെ ജേർണൽ എൻട്രി എന്താ? മറ്റേതിന്റെ ജേർണൽ എൻട്രി ഓക്കെ, അത് സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, റിമൈനിങ് പാർട്ട്നേഴ്സ് സെപ്പറേറ്റ് ലൈഫ് പോളിസി, സറണ്ടർ നോട്ട് സറണ്ടർ ആണെങ്കിൽ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഗെയിനിങ് പാർട്ട്നേഴ്സ് കൊടുക്കാണ്ട് ആർക്കാ കൊടുക്കാനുള്ളത്? സാക്രിഫൈസിംഗ് പാർട്ട്നർ. സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ അക്കൗണ്ട്, separate life policy of diseased alla remaining partners. Okay, bracket li surrender value separate life policy of remaining partners account debt to all partners capital account. Okay, ഇതാണ് ജേർണൽ എൻട്രി. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഒരു കൺസെപ്റ്റ് നമ്മൾ മിസ്സായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മിസ്സായതല്ല, ഞാൻ ലേറ്റ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചതാണ്. ഓട്ടോമാറ്റിക് നമ്മൾ ഇപ്പൊ എടുത്തു. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2 100% ആയി, നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾ നോക്കിയാട്ടെ. അവര് പറയുന്നത് വെച്ചാൽ സി അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് ഇൻഷുറൻസ് പോളിസി ഓഫ് ₹10,000 ഈച്ച് ടു ബി ടേക്കൺ ഇൻ ഇൻഡിവിജ്വൽ നെയിംസ് ഓഫ് ഈച്ച് പാർട്ട്ണർ. ദ പ്രീമിയം ഈസ് ടു ബി ചാർജ്ഡ് അഗൈൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. അതായത് 10,000 ഈച്ച് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലൈഫ് പോളിസിയാണ്. 10,000 എന്ന് പറഞ്ഞാൽ പോളിസി എമൗണ്ട് ആണ്, അല്ലെങ്കിൽ എഷ്യൂർഡ് വാല്യൂ ആണ്. ഇതിന്റെ അതിന്റെ സറണ്ടർ വാല്യൂ എത്രയെന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് നോക്കിയാട്ടെ. അസ്യൂമിംഗ് ദ സറണ്ടർ വാല്യൂ ഓഫ് ദ പോളിസി ടു ബി 20% ഓഫ് ദി സം എഷ്യൂർഡ്. എന്തിനാ ഈ 20% സമ്മന്റ് തന്നത്? അഡ്ജസ്റ്റ്മെന്റിൽ ലാസ്റ്റ് കേസിൽ അസ്യൂമിംഗ് ദ സറണ്ടർ വാല്യൂ ഓഫ് ദ പോളിസി ടു ബി 20% ഓഫ് ദി സം എഷ്യൂർഡ്. ഇത് എന്തിനാ തന്നത്? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തിനാ തന്നത്. അതായത് ഡിസീസ്ഡ് പാർട്ട്ണർ അല്ലാത്ത എല്ലാവർക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്താണ്? സറണ്ടർ വാല്യൂ ആണ്. ഡിസീസ്ഡ് പാർട്ട്ണർ നമുക്ക് എന്താ കിട്ടുക? പോളിസി എമൗണ്ട്. ഇതിനാണ് 20% എന്ന് സ്പെസിഫിക് ആയിട്ട് തന്നത്. 20% എന്ന് പറയുമ്പോൾ 10,000 20% 2,000 rupees. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണം. ഇനി ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ തന്ന് ന്യൂ റേഷ്യോ തന്നിട്ടില്ല. ന്യൂ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യും? ആ സ്ട്രൈക്ക് ഇറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ന്യൂ റേഷ്യോ ആക്കും. അത് മാത്രമല്ല
ഓട്ടോമാറ്റിക് എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗെയിനിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗെയിനിങ് റേഷ്യോ. ആ സ്ട്രൈക്ക് ഓഫ് ചെയ്ത റേഷ്യോനും ബാക്കിയുള്ള റേഷ്യോ എന്തായിരിക്കും? ഗെയിനിങ് റേഷ്യോ. ഓക്കെ, ഞാനിപ്പോ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ ഒരു 10 minutes തരാം, ചെയ്യാൻ ട്രൈ ചെയ്യ്. നിങ്ങൾക്ക് എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന കണ്ടുപിടിക്ക്, ബാക്കി ഞാൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ, ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്യാൻ പോകുന്നത്, അതിന്റെ ആൻസർ ചെയ്യാൻ പോയെന്ന്. ഓക്കെ, ഇതിൽ ഓരോ വേർഡിങ്സ് നിങ്ങൾ മക്കളെ മനസ്സിലാക്കണം. അതിന് കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുന്ന വെച്ചാൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഓൾഡ് റേഷ്യോ കണ്ടുപിടിച്ചു. ഓക്കെ, ഓൾഡ് റേഷ്യോ കണ്ടുപിടിച്ചു, അതേപോലെ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചു. എങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ചത്? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഏത് പാർട്ട്ണറാണോ മരണപ്പെടുന്നത് അവരെ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ടും മാത്രം കൺസിഡർ ചെയ്യും. അതാണ് ന്യൂ റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ഓട്ടോമാറ്റിക്കലി 1:1 തന്നെ ആയിരിക്കും, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് പറയുന്ന വെച്ചാൽ ഫുള്ള് റൂൾസ് ആണ്, അത് മനസ്സിലാക്കണം വൃത്തിക്ക്. ശ്രദ്ധിച്ചോ, അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഹൂസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ 10,000, 6,000, 4,000 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ക്യാപിറ്റലിന്റെ ബാലൻസ് കാണിച്ചു. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് വാട്ട് എവർ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000 rupees. ഓക്കെ, പിന്നെ ഞാൻ എന്താ വായിക്കുന്ന വെച്ചാൽ വായിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളവർ അക്കൗണ്ട് ഒന്നും ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ചോ. That partner be allowed interest at 10% per annum on their fixed capital. അതായത് അവരെ ഫിക്സ്ഡ് ക്യാപിറ്റലിന് മേലെ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നാ പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് എത്രയാ? 10%. എന്നിട്ട് പറയുന്നത് ബട്ട് നോ ഇൻട്രസ്റ്റ് ബി അലൗഡ് ഓൺ അൺഡ്രോൺ പ്രോഫിറ്റ്സ് ഓർ ചാർജ് ഓൺ ഡ്രോയിങ്സ്. അത് കൊടുക്കാൻ പറ്റൂല എന്നും പറയുന്നു. ഓക്കെ, ഫൈൻ, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ, that upon the death of a partner the goodwill of the firm be valued at 2 years purchase of the average net profits after charging interest on capital for the 3 years. 3 കൊല്ലത്തേക്ക് മക്കളെ, 3 കൊല്ലത്തേക്ക് to 31st December വരെയുള്ള 3 കൊല്ലത്തേക്ക് preceding the death of a partner. പാർട്ട്ണർ മരണപ്പെട്ട കൊല്ലത്തിന്റെ മുമ്പിലത്തെ ഡിസംബർ ഇല്ലേ, അതിന്റെ 3 കൊല്ലം. അതായത് 2016 പ്രോഫിറ്റ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണ്ട. ഇതാണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. 2016 പ്രോഫിറ്റ് നിങ്ങൾക്ക് 3 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 2013, 2014, 2015, 2016. ഞാൻ 2016 ഇഗ്നോർ ചെയ്തു. എന്തുകൊണ്ടാ? നോക്കൂ, ഒന്നും കൂടി വായിച്ചാട്ടത്. അതായത് that upon the death of a partner the goodwill of the firm be valued at 2 years purchase of the average net profits after charging interest on capital for the 3 years to 31st December preceding the death of a partner. Preceding പറഞ്ഞ മനസ്സിലായ? ഇതെല്ലാം നമ്മൾ ഓക്കെ. ആ പോയിന്റ് തന്നു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്വില്ല് കണ്ടുപിടിക്കാനുള്ള നോട്ട്സ് നോക്കാം. ഓക്കെ, താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, അതായത് the trading result of the firm before charging interest on capital had been as follows: 2013 profit, 2014, 2015, 2016. എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അതിൽ ഞാൻ 2013, 14, 15 എടുത്തിട്ട് 2016 എടുത്തിട്ടില്ല. പ്രോഫിറ്റ് എമൗണ്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു. അതിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനുള്ളതുകൊണ്ട് അത് ഞാൻ അങ്ങനെ വെച്ചു. അതിനുശേഷം എന്താ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചർ ആണ്. നമ്മുടെ പ്രോഫിറ്റ് കുറയും, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ റോങ് ആയിട്ട് ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ മാത്രം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കരുത്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക? 10,000 അത് ഒരാളെ ക്യാപിറ്റൽ ബാലൻസ്, മറ്റേ ബാലൻസ് എത്ര? 6,000, മറ്റേ ബാലൻസ് എത്ര? 4,000. അതിന്റെ മേലെ 10%. എത്ര എമൗണ്ട്? 2,000, 2,000, 2,000. ഈ 3 കൊല്ലം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. നമ്മുടെ പ്രോഫിറ്റ് എന്താവും? പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 7640, 4720, 2640. നമ്മൾ അത് എന്ത് ചെയ്യും? സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 3. 3 കൊല്ലം 3 ഡിവൈഡ് ചെയ്യുക, നമുക്ക് എത്ര കിട്ടും? 3240 കിട്ടും. തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ദാറ്റ് ആൻ ഇൻഷുറൻസ് പോളിസി ഓഫ് 10,000 അത് നമ്മൾ ഓൾറെഡി റീഡ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്? ഡെത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് കൊടുക്കണം എന്നെല്ലാം പറയുന്നത്, അതും ഓക്കെ ആണ്. കാൽക്കുലേറ്റർ അപ്പോൾ the share of the partnership policy അതും നമ്മൾ ഓൾറെഡി വായിച്ചു. പിന്നെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് വായിച്ചു. ഓക്കെ, A died on 30th September 2016. The amount standing to the credit of his current account. നമ്മൾ എന്ത് ചെയ്തു? ഞാൻ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബൈ ബാലൻസ് ബ്രോട്ട് ഓൺ 450.
ഓക്കെ. എന്നിട്ട് പറയുന്നത് ഫ്രം ദാറ്റ് ഡേ ടു ഡേറ്റ് ഓഫ് ഡെത്ത് ഹി ഹാഡ് വിത്ഡ്രോൺ 3000 ഫ്രം ദി ബിസിനസ്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ പെർമനന്റ് ഡ്രോയിങ്സ് ആണെങ്കിൽ മാത്രമേ ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. സാധാ ഡ്രോയിങ്സ് ആണെങ്കിൽ ഒന്നും പറഞ്ഞെങ്കിൽ സാധാ ഡ്രോയിങ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ട്രീറ്റ് ചെയ്ത് ടു ക്യാഷ് ബ്രാക്കറ്റിൽ ഡ്രോയിങ്സ് 3000 rupees. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ an unrecorded liability of 2000 was discovered on 30th September 2016. It was decided to record it and be immediately paid off. മക്കളെ, if there is a unrecorded liability എന്ന് പറയുമ്പോൾ നമ്മുടെ ലയബിലിറ്റി കൂടെ, അതായത് നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് അത് ട്രീറ്റ് ചെയ്യുക. ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡെബിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ ലോസ് ആണ്. ലോസിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, ജേർണൽ എൻട്രി സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ലയബിലിറ്റി, പിന്നെ അടുത്ത ജേർണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. അതായത് ലോസിന്റെ ജേർണൽ എൻട്രി നമ്മൾ ഇവിടെ പാസ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്ത് റീവാലുവേഷൻ അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, അതിന് ഒരു വർക്കിംഗ് നോട്ട് ചെയ്തു. എങ്ങനെയാ ശ്രദ്ധിച്ചോ എല്ലാവരും? എ ഷെയർ ഓഫ് റീവാലുവേഷൻ ലോസ്. നമുക്ക് ഇവിടെ എന്റെ ലോസ് മാത്രമേ അറിയണ്ടു, ബാക്കിയുള്ളവരൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം ബാക്കിയുള്ളവർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. സർ പ്രിപ്പയർ ചെയ്യാണ്ട് എങ്ങനെ ടാലി ആവും? അതൊന്നും ചിന്തിക്കേണ്ട, പ്രിപ്പയർ ചെയ്താൽ ടാലി ആവും. എ ഷെയർ ഓഫ് റീവാലുവേഷൻ ലോസ് എന്ന് പറയുമ്പോൾ 2000 into 2/4 എത്രയാണ്? 1000 rupees. ജേർണൽ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ അത് നമ്മൾ എന്ത് ചെയ്യണം? കറന്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ഇതും കറന്റ് ഇയർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ക്യാപിറ്റലിന് ഞാൻ പേര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കറന്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ജേർണൽ എൻട്രി എസ് കറന്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കറന്റ് അക്കൗണ്ടിലേക്കും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതെല്ലാം കറന്റ് ഇയർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3 കാര്യങ്ങളെ വരും. എന്താണ്? ഒന്ന് പെർമനന്റ് വിഡ്രോവൽ, ഒന്ന് എഡീഷൻ, ഒന്ന് ബാലൻസ് പ്രോഡക്റ്റ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഞാനിപ്പോ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് ആൻസർ ചെയ്തെന്ന് ശ്രദ്ധിക്കുക. ഇത് ട്രേഡിംഗ് റിസൾട്ട് തന്നിട്ടുണ്ട്. ട്രേഡിംഗ് റിസൾട്ട് വെച്ച് ഞാൻ എന്ത് ചെയ്തു? ഗുഡ്വില്ല് കണ്ടുപിടിക്കുന്നത്. ഗുഡ്വില്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 years പർച്ചേസ് ആയതുകൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്തു. ഗുഡ്വില്ലിന്റെ വാല്യൂ കിട്ടി. അതിൽ നിന്ന് എന്റെ ഷെയർ കണ്ടുപിടിച്ചു. എന്റെ ഷെയർ 2/4 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 എന്ന് എഴുതാം. ഞാൻ 2/4 ആക്കിയതാണ്. ഓക്കെ. കാരണം ഡൗട്ട് വരാൻ പറ്റൂല, അതിന് വേണ്ടിയിട്ട്. ഓക്കെ. 3240 ആണ് എന്ത്? ഗുഡ്വില്ലിന്റെ എമൗണ്ട്. ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്യുക? ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബൈ ബീസ് കറന്റ് by B's current, okay, by B's current by C's current. Okay, wait 6420 into 2/4 അല്ല വരുന്നത്. അതായത് ശ്രദ്ധിക്കേ, നമ്മൾ എന്ത് ചെയ്ത്? ഗുഡ്വില്ല് കണ്ടുപിടിച്ചതിന് ശേഷം ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്തു. നമ്മളിവിടെ എസ് കറന്റ് അക്കൗണ്ട് മാത്രം പോസ്റ്റ് ചെയ്താൽ മതി. ബീസ് കറന്റ് അക്കൗണ്ടും സീസ് കറന്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പോസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ബൈ ബീസ് കറന്റ് അക്കൗണ്ട് ബൈ സീസ് കറന്റ് അക്കൗണ്ട് 1620 എന്ന് എഴുതാം. ഗെയിനിങ് റേഷ്യോ. അതിനുശേഷം ഞാൻ പറയുന്നത് വെച്ചാൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കലാണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ 2016. നിങ്ങളോട് ഞാൻ 2 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന്, കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് ആയിരിക്കും ഈ കൊല്ലത്തെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ് ആയിരിക്കും ഈ കൊല്ലത്തെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ 3 കൊല്ലത്തെ പ്രോഫിറ്റ് ആയിരിക്കും ഈ കൊല്ലത്തെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ 2 കൊല്ലത്തെ സിമ്പിൾ ആവറേജ് ആയിരിക്കും ഈ കൊല്ലത്തെ പ്രോഫിറ്റ്. വാട്ട് എവർ, അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്ക്. അതായത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സർ ഈ കൊല്ലത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് അവരെ എങ്ങനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. ചിലപ്പം ഫോർകാസ്റ്റഡ് ആയിരിക്കും, എസ്റ്റിമേറ്റഡ് ആയിരിക്കും. ഈ കൊല്ലത്തെ പ്രോഫിറ്റ് ഇത്ര ആവാനാ ചാൻസ്. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. എന്നാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് വന്നത്? 3670 ആണ് പ്രോഫിറ്റ് ഇൻ 2016. പ്രോഫിറ്റ് ഇൻ 2016 എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട മക്കളെ, ഒരു കൊല്ലത്തെ പ്രോഫിറ്റ് ആണ്. അത് ഒരു കാലത്ത് എത്ര ആവൂല? 9 മാസത്തൊന്നും ആവൂല. നിങ്ങളോട് പറയുന്നത് 2016 ആണ്. 2016 സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 2016 സെപ്റ്റംബർ ആവും. വെറും 2016 എന്ന് പറയുന്നത് 1st January 2016 to 31st December 2016. 3670 നമ്മൾ ട്രീറ്റ് ചെയ്തു. നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൈനസ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്ത്? ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടി. ആ ആക്ച്വൽ പ്രോഫിറ്റിന്റെ ഷെയർ നമ്മൾ എന്ത് ചെയ്തു? എന്റെ ഷെയർ കണ്ടുപിടിച്ചു. എത്രയാണ്? 835. ഓക്കെ. അത് കണ്ടുപിടിച്ച ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ്. ഓക്കെ, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. എത്ര എമൗണ്ട്? 835. ഓക്കെ, 835. മക്കളെ ഇതുവരെ ഓക്കെ ആണ്? ഒന്ന് ശ്രദ്ധിക്ക്. അതായത് അതായത് 9 months പ്രോഫിറ്റ് എടുക്കേണ്ടതെന്നാണ് ചില ആളുടെ ഡൗട്ട്. ശ്രദ്ധിക്കുക, എന്താ ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
അതായത് സെപ്റ്റംബറിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളോട് പക്ഷെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഡിസംബറിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ്. അതായത് ഒരാൾ സെപ്റ്റംബറിൽ മരണപ്പെട്ടു, ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസമേ ഉള്ളൂ. 3 മാസം ഉണ്ടായ 3 മാസത്തേക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് എന്തായാലും നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. എന്നാൽ ആ ടൈം സെറ്റിൽ ചെയ്തുകൂടെ എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ മൊത്തം ഫുൾ ഇയേഴ്സ് വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി ഒന്നുകൂടി പറയുന്നത്. അതായത് 9 മാസം ബിസിനസ് റൺ ചെയ്തു, ഇനി 3 മാസമേ ഉള്ളൂ ബാക്കി. അന്നേരം 3 മാസം ഉള്ളത് കൊണ്ട് അവരെന്താ ചെയ്യുന്ന വെച്ചാല് ആ 3 മാസം, അതായത് സെപ്റ്റംബർ 30 സെറ്റിൽ ചെയ്യുന്നില്ല. എങ്ങനെ മനസ്സിലായത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രിപ്പയർ ആൻ അക്കൗണ്ട് ഷോയിങ് ദ എമൗണ്ട് ഡ്യൂ ടു ഏസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ആസ് ഓൺ 31st December 2016. ആ ഡേറ്റ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്, പറയുന്നത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ കേസിൽ ഫുൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, ഡ്രോയിങ്സ് ആയിക്കോട്ടെ, എല്ലാം ഒരു കൊല്ലത്തേക്കാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ്. ഓക്കെ, ഇനി നിങ്ങളോട് ആ കാര്യം പറ്റും, ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടിയത്? ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യുക ബൈ പി ആൻഡ് എൽ സസ്പെൻസ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര എമൗണ്ട് വരുന്നത്? 1000 rupees. 1000 എങ്ങനെയാന്ന് വെച്ചാൽ 10,000 into 10%. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആകെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ബാക്കിയുള്ളൂ. അത് എന്താന്ന് വെച്ചാൽ ലൈഫ് പോളിസിയാണ്. ഓക്കെ, ലൈഫ് പോളിസിന്റെ കേസിൽ എ ഷെയർ ഓഫ് പോളിസി. ഓക്കെ, എ ഷെയർ ഓഫ് പോളിസി മക്കൾ ഇതിൽ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണേ. A share of policy, first A's policy amount or assured amount, policy or assured value. എത്രയാ? 10,000. B and C surrender value. ഓക്കെ, എത്രയാണ്? 2,000 into 2. 2,000 into 2 എന്ന് പറയുമ്പോൾ 10,000 into 20%. ഡൗട്ട് ഉള്ളവർ അത് ക്ലാരിഫൈ ചെയ്തു. ഓക്കെ, 2,000 into 2 that is equal to 4,000. ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 14,000 ആണ്. എത്രയാണ്? 14,000. എ ഷെയർ ഓഫ് പോളിസി എത്രയാ? ഷെയർ ഓഫ് പോളിസി എന്ന് പറയുന്നത് എത്രയാണ്? 14,000. എ ഷെയർ ഓഫ് പോളിസി എന്ന് പറയുന്നത് 14,000 into 2/4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7,000. എന്താ ജേർണൽ എൻട്രി? മക്കളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കിട്ടിയതായിട്ട് ട്രീറ്റ് ചെയ്യുക. ജേർണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്. എമൗണ്ട് മാത്രം മാറും. ഫസ്റ്റത്തെ കേസിൽ എഷ്യൂർഡ് വാല്യൂ, രണ്ടാമത്തെ കേസിൽ സറണ്ടർ വാല്യൂ. പിന്നത്തെ ജേർണൽ എൻട്രി എന്താ? സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡിസീസ്ഡ് പാർട്ട്നർ അക്കൗണ്ട് ഡെപ്റ്റർ ടു separate life policy of remaining partners account debtor to all partners capital account. ഓക്കെ, നമ്മൾ ഇവിടെ ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആകെ ആവശ്യം നമ്മുടെ പാർട്ട്ണറുടെ ഇൻഷുറൻസ് പോളിസിന്റെ വാല്യൂ ആണ്. ഫസ്റ്റത്തെ ജേർണൽ എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഇമ്പാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് നമ്മൾ പോസ്റ്റ് ചെയ്യൂല. രണ്ടാമത്തെ ജേർണൽ എൻട്രി നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇമ്പാക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബൈ സെപ്പറേറ്റ് ലൈഫ് പോളിസി ബ്രാക്കറ്റിൽ എത്ര എമൗണ്ട്? 7,000 rupees. ബ്രാക്കറ്റിൽ വർക്കിംഗ് നോട്ട് 7,000 തന്നെയല്ലേ? 14,000 into 2/4. ഇത് ചെയ്തതിന് ശേഷം, അതായത് നമ്മളിപ്പോ 100% ചെയ്തതിന് മക്കളെ, ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. കറണ്ട് അക്കൗണ്ട് ആണ് ഫസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടത്. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 450 plus 1620 plus 1620 plus 835 plus 8,000. Okay, 12,525. 12,525 to ഇനി കറണ്ട് അക്കൗണ്ട് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം മക്കളെ? കറണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക്. എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിൽ ലാസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. കറണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. എവിടത്തേക്കാ? ഏസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. എത്രയാണ്? 12,525 minus 4,000 that is equal to 8,525. അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ജേർണൽ എൻട്രി വരും ബൈ കറണ്ട് അക്കൗണ്ട്, ബൈ ഏസ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ബൈ ഏസ് കറണ്ട് അക്കൗണ്ട് 8,525. ഓക്കെ, ടോട്ടൽ വരും 18,525
18,525 to A's executors account. എത്രയാണ് എമൗണ്ട്? 18,525. മക്കളെ മനസ്സിലാക്കണം, ഒരു ഡെത്തോ റിട്ടയർമെന്റോ ഉണ്ടെങ്കിൽ അത് അവർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക, കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക. ആ ഡിസീസ്ഡ് പാർട്ട്ണർ അല്ലെങ്കിൽ ആ റിട്ടയർഡ് പാർട്ട്ണറിന്റെ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ ഫസ്റ്റ് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് അങ്ങനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഓക്കെ, ഇതോടെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2, if I am right, 2 complete ചെയ്തു. ഓക്കെ, if I am right, 2 ക്വസ്റ്റ്യൻ നമ്പർ 2 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഒരു 4 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 2013, 14, 15, 16 ഒരു എക്സാമ്പിൾ മാത്രമാണ്, ശ്രദ്ധിക്കുക എല്ലാവരും. ഞാൻ എന്തെങ്കിലും എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിന് എന്തെങ്കിലും ഒരു വാലിഡ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് 15, 16 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, വിചാരിക്കും 15, 16 ഫിനാൻഷ്യൽ ഇയർ. 1 ജൂലൈക്ക് നമ്മൾ എന്ത് ചെയ്തു? 1 ജൂലൈ 2016 ഒരാൾ മരണപ്പെട്ടു, ബി ഡൈഡ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയുന്നത് ഗുഡ്വിൽ ഷുഡ് ബി കാൽക്കുലേറ്റഡ്, ഗുഡ്വിൽ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി, അതായത് ജസ്റ്റ് നമ്മള് ഡെത്ത് നടന്നതിന്റെ മുമ്പിലത്തെ ഡേറ്റ് മുതൽ എന്ത് ചെയ്യണം? ഗുഡ്വിൽ കണ്ടുപിടിക്കണം. എങ്ങനെ സിമ്പിൾ ആവറേജ് എടുക്കേണ്ടത്? ശ്രദ്ധിക്കുക. സിമ്പിൾ ആവറേജ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡെത്തിന് മുന്നേ ഉള്ള ഡേറ്റ്. സർ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തത്? അല്ല, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനില് 31 ഡിസംബർ ഇത് മുതൽ എടുക്കാൻ പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്ന വെച്ചറിയോ? ഡെത്തിന് മുന്നേ ഉള്ള, അതായത് വെച്ചാല് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ, ജൂൺ വരെ 6 മാസം. ജൂലൈ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ആകുന്ന 8ാമത്തെ മാസം എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോ ശ്രദ്ധിക്കണേ, നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമ്മളൊരു 2015 മുതൽ ബാക്കോട്ടേക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളോട് ഇവിടെ എന്താ പറയുക വെച്ചാല് 2016 മുതൽ ബാക്കോട്ടേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2016 പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ 2016 വരെയുള്ള പ്രോഫിറ്റ് തന്നിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2016 10,000 രൂപയാണ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കും. 12,000 രൂപയാണ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കും. നിങ്ങൾ അത് എസ്യൂം ചെയ്യുക, എല്ലാ മാസവും ഈക്വൽ ആണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതായത് ഒരു മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1000 രൂപ. അങ്ങനെയാണെങ്കിൽ 6 മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6000 രൂപ. ഇത്രയേ ഉള്ളൂ. 6 മാസത്തെ പ്രോഫിറ്റ് എത്രയാണ്? 6000 രൂപ. അങ്ങനെയാണെങ്കിൽ എടുക്കേണ്ട പീരീഡ് എത്രയാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ 4 കൊല്ലം തന്നിട്ട് പറയുന്നത് 3 കൊല്ലം എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് എത്രയാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ, 1/7/2016 ആണ് ഒരു ഇത്. അതിന്റെ മുമ്പിലത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ 1/7/2015. അതായത് 1/7/2015 മുതൽ 1/7/2016 വരെ ഒരു കൊല്ലം, 1 ഇയർ. ഓക്കെ, 1/7/2014 മുതൽ 1/7/2015 വരെ 2ാമത്തെ കൊല്ലം, 2nd ഇയർ. 1/7/2013 മുതൽ 1/7/2014 വരെ 3ാമത്തെ കൊല്ലം, 3rd ഇയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 3 ഇയേഴ്സ് നമുക്ക് കിട്ടിയില്ല. ഇതിന്റെ ആവറേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്വിൽ കണ്ടുപിടിക്കണം. സർ, ഇത് ഒരു ഫിനാൻഷ്യൽ ഇയർ ആണോ? ഫിനാൻഷ്യൽ ഇയർ അല്ല. സെയിം അസംപ്ഷൻ. എല്ലാ കൊല്ലത്തെ പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? മന്ത്ലിയിലേക്ക് മാറ്റാം. എന്നിട്ട് 6 മാസം ഉണ്ടെങ്കിൽ 6ഓട് മൾട്ടിപ്ലൈ ചെയ്യാം, 3 മാസം ആണെങ്കിൽ 3ഓട് മൾട്ടിപ്ലൈ ചെയ്യാം, 9 മാസം ആണെങ്കിൽ 9ഓട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വെറുതെ പറയുന്നല്ല. ശ്രദ്ധിക്ക്, 2013 എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം 1/1/2013 മുതൽ 31/12/2013 വരെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയാട്ടെ 1/7 മുതലുള്ള പ്രോഫിറ്റ് മതി, ഫുള്ള് പ്രോഫിറ്റ് വേണ്ട. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ആ കൊല്ലത്ത് 6 മാസത്തെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ആക്സെപ്റ്റ്. ശ്രദ്ധിക്ക്, ഒന്നുമില്ല, നമ്മളോട് 2 രീതിയിലാണ് പറയാ. ഒന്നുകിൽ പറയും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, അതായത് ഡെത്ത് നടക്കുന്നത് ഇൻ ബിറ്റ്വീൻ പീരീഡ് ആയിരിക്കും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന് ശേഷമുള്ള 3 കൊല്ലത്തെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചോ, പ്രോഫിറ്റ് വെച്ചിട്ട് ഗുഡ്വിൽ കണ്ടുപിടിച്ചോ. അത് സിമ്പിൾ ആണ്, ഡയറക്റ്റ് കാൽക്കുലേഷൻ. 2ാമത്തെ കേസിൽ നമ്മളോട് എന്താ പറയുക? ഇന്ന് ഡെത്ത് നടക്കുന്നുണ്ട്, ഇന്നലെ മുതൽ 3 കൊല്ലം. ഇന്നലെ മുതൽ 3 കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡേറ്റ് എടുക്കണം. ഇപ്പൊ ഞാൻ ഇത് ഡേറ്റ് എടുത്ത പോലെ. ഓക്കെ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യും, നമ്മളല്ല നിങ്ങൾ ചെയ്യും. ക്വസ്റ്റ്യൻ ഏതാന്ന് ചോദിച്ചാൽ അത് ഹോംവർക്ക് ആണ്. ഗുഡ്വിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ 1 തോന്നുള്ളൂ. അതിലൊരു ക്വസ്റ്റ്യൻ 2 ഉണ്ടെങ്കിൽ അതിൽ 1 നമ്മൾ ചെയ്തിട്ടുണ്ടാവും, മറ്റേ ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, കൺഫേം ചെയ്തോ, കൺഫേം ചെയ്തരാം.
ഓക്കെ, അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 1 എവിടെയാണുള്ളത്? ICAIന്റെ മെറ്റീരിയലിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ചാപ്റ്റർ, 2ാമത്തെ യൂണിറ്റിൽ. ഞാൻ അന്ന് പല ആളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വേണ്ട, അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഇന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും.